കൂട്ടുകാരെ, നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കായ കിട്ടുന്നത് നമ്മൾ ഇനി ആരും ഒഴിവാക്കി കളയരുതേ. നമുക്ക് പുതിയൊരു ഐറ്റം ഉണ്ടാക്കിയാലോ? അപ്പൊ നിങ്ങൾ തന്നെ ഇതിന് പേരിട്ടോളൂ. അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തിന് പേങ്കായ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ഈ കായക്ക് എന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്യണേ. നമ്മൾ അവിയലൊക്കെ വെക്കുന്ന സമയത്ത് അവിയലാണ് കൂടുതലും ഈ കായ ഇടുന്നത്. ചിലവരാണെങ്കിൽ ഈ കായ ഇടൂല, ചിലവർക്ക് ഇഷ്ടമില്ല കേട്ടോ. ചിലവർക്ക് നമ്മുടെ സാധാരണ ഏത്തൻ കായില്ലേ, അത് ഇടുന്നതാണ് ഇഷ്ടം. അപ്പൊ എന്തായാലും നമ്മൾ ഇത് കിടക്കുകയാണെങ്കിൽ ഒഴിവാക്കി കളയരുത്. നമുക്ക് പുതിയൊരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് കഴുകിയെടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഭയങ്കരമായിട്ട് വേവിക്കരുത്, ഒന്ന് പകുതി വേവ് മതിയാവും. പകുതി വേവിച്ചെടുത്തിട്ട് നമുക്കിത് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്ന് കുറച്ച് അതിൻ്റെ കുറച്ച് പൊടികളൊക്കെ ഇട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നോക്കി മിക്സ് ആക്കി ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കാം കേട്ടോ. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പറാണ് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പൊ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ കുറച്ച് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കുറച്ച് ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ടൊമാറ്റോയോ പച്ചമുളകോ ഒക്കെ ചേർക്കാം. അപ്പൊ ഞാൻ അതിലൊന്നും വേറെ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് ക്യാരറ്റും സവാളയൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി മാറ്റി വെച്ചേക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ കായനെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ എവിടെയൊക്കെ എന്തോ സാമ്യം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നോ? എന്തെങ്കിലും ആയിട്ട് സാമ്യം തോന്നണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഏതെങ്കിലും ഒരു ഡിഷായിട്ടോ ഏതെങ്കിലും ഒരു ഐറ്റം ആയിട്ടോ ഇതിന് സാമ്യം തോന്നണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഏത് ഐറ്റം ആണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തന്നെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്തായാലും പകുതി വെന്തിരിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പൊ അതിന് നമുക്കൊന്ന് ഭയങ്കരമായിട്ട് ഒരുപാട് നേരം ഒന്ന് തീയിലിട്ടിരിക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് അങ്ങ് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ മിക്സ് ആക്കി വെച്ച ഇതും കൂടെ അതിന്റെ പുറത്തിട്ട് കൊടുക്കാം. അതിന്റെ പുറത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സോസും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചില്ലി സോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സോസും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ. അപ്പൊ എൻ്റെ കയ്യിൽ സോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സോസ് ചേർക്കാത്തത്. അപ്പൊ സൂപ്പറാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്തെന്ന് ഹെൽത്തിയാണ്. നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം. നമുക്ക് എന്താ പറയാ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അപ്പൊ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു